കേരള രാഷ്ട്രീയം വലിയ ചർച്ചകൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെയുള്ള ഓരോ ആരോപണങ്ങളെയും വഴിതിരിച്ചുവിടാൻ CPM തിരക്കഥകൾ മെനയുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യത്തിൽ UDF ക്യാമ്പുകൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാനായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തതു മുതൽ അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തതുവരെയുള്ള നീക്കങ്ങൾ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. മിഷൻ 110യിലേക്ക് പിണറായി വിജയനും സംഘവും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഇത്തരം നാടകങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് UDF ആരോപിക്കുന്നു. എന്നാൽ ഇതൊന്നും UDFന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നില്ലെന്നും മറിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച മികച്ച മാർക്ക് ഇതിനുള്ള തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇനിയുള്ള പോരാട്ടത്തിൽ UDF പ്രവർത്തകർ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഷാഫി പറമ്പിൽ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് UDF അനുഭാവികളെ വ്യാപകമായി നീക്കം ചെയ്യുന്നു എന്ന ഗുരുതരമായ വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ നീക്കം ചെയ്തിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രവർത്തകർ ഓരോ വീടുകളും കയറി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കുറ്റിയാടിയിലും ഏറാമലയിലും ബൂത്തുകളിൽ നൂറുകണക്കിന് വോട്ടുകൾ അപ്രത്യക്ഷമായത് കേവലം സാങ്കേതിക പിഴവല്ലെന്നും മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. റിജക്റ്റഡ് ലിസ്റ്റും നോ മാപ്പിംഗ് ലിസ്റ്റും പരിശോധിക്കാൻ BLAമാർ സജീവമാകണമെന്നും രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായാൽ അവരെ രേഖകൾ സഹിതം നേരിടുമെന്നും ഷാഫി മുന്നറിയിപ്പ് നൽകുന്നു. CPMും BJPയും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ഷാഫി പറമ്പിൽ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നു. BJPക്ക് ഭരണം ലഭിച്ചില്ലെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഇപ്പോഴത്തെ സർക്കാർ മതിയെന്ന തിരിച്ചറിവാണ് BJPക്കുള്ളതെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ പോലീസിന്റെ വേഷത്തിന്റെ നിറം കാക്കിയായിരിക്കുമെന്നും കാവിയായിരിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പണ്ടു മനുഷ്യരിലേക്ക് പടരണമെന്ന് കവിത എഴുതിയവർ ഇപ്പോൾ വോട്ടിനായി വർഗീയത പറയുകയാണെന്നും മാറാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് CPM ഇത്തരം വർഗീയ കാർഡുകൾ ഇറക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വിശ്രമത്തിനുള്ളതല്ലെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ഓരോ പ്രവർത്തകനും രംഗത്തിറങ്ങണമെന്നുമാണ് ഷാഫി പറമ്പിലിന്റെ ആഹ്വാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം തലയ്ക്ക് പിടിക്കാതെ ജനങ്ങൾക്കായി വിനയത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്ക് സീറ്റുകൾ കിട്ടാൻ വാർഡുകൾ വെട്ടിമുറിച്ച് നൽകിയ കോഴിക്കോട്ടെ CPM നേതൃത്വത്തിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ സമാധാനവും വികസനവും ഉറപ്പുവരുത്തുന്ന ഒരു ജനകീയ സർക്കാർ UDFന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.